2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് ഉപയോഗിക്കുന്ന പന്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ട്രയോണ്ട. ട്രയോണ്ട എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വേൾഡ് കപ്പ് ക്വിസ് 2026 ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ക്വിസ് ഫോർ ഓൾ വേൾഡ് കപ്പ് 2026 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തോളൂ. ട്രയോണ്ട ക്വിസ്. ട്രയോണ്ട പന്തുകളുടെ നിർമ്മാതാക്കൾ ആരാണ്? ട്രയോണ്ട പന്തുകൾ നിർമ്മിക്കുന്നത് അഡിഡാസ് ആണ്. ട്രയോണ്ട എന്നതിലെ ട്രൈ എന്നതിന്റെ അർത്ഥം എന്താണ്? ഉത്തരം 3 എന്നാണ് അർത്ഥം. ട്രയോണ്ട എന്നതിലെ ട്രൈ എന്നതിന്റെ അർത്ഥമായ 3 എന്തിനെ സൂചിപ്പിക്കുന്നു? കാനഡ, USA, മെക്സിക്കോ എന്നീ 3 ആതിഥേയ രാജ്യങ്ങളെ. ട്രയോണ്ട എന്നതിലെ ONDA എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? സ്പാനിഷ്. ഓണ്ട എന്ന സ്പാനിഷ് ഭാഷയിലെ പദത്തിന് അർത്ഥം എന്താണ്? തിരമാല, വേവ് എന്നാണ് അർത്ഥം. ഏത് വർഷം മുതൽക്കാണ് അഡിഡാസ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ഔദ്യോഗിക പന്ത് നിർമ്മാതാക്കളായത്? 1970 മെക്സിക്കോ ലോകകപ്പ് മുതൽ. 1970 ലോകകപ്പിൽ അഡിഡാസ് നിർമ്മിച്ചു നൽകിയ പന്തിന്റെ പേര് ടെൽസ്റ്റാർ എന്നാണ് പന്തിന് പേര്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ച വർഷം ഏതാണ്? 1930 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചത്. 1930 ആദ്യത്തെ ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയ രാജ്യം ഏതായിരുന്നു? ഉറുഗ്വേ. ദക്ഷിണാമേരിക്കൻ രാജ്യം ഉറുഗ്വേ. 3 തവണ ഫൈനൽ ജയിച്ച് വിജയികൾക്കുള്ള യൂൾറിമേ കപ്പ് സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? ബ്രസീൽ. 1958, 1962, 1970. ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം ചെന്ന കളിക്കാരൻ ആര്? റോജർ മില്ല. 42 വയസ്സുള്ളപ്പോഴാണ് റോജർ മില്ല ഈ റെക്കോർഡ് നേടിയത്. എവിടെ നടന്ന ലോകകപ്പിലാണ് റോജർ മില്ല ഗോൾ നേടി റെക്കോർഡ് സൃഷ്ടിച്ചത്? 1994 USA നടന്ന ലോകകപ്പിൽ. കാമറൂൺ താരമാണ് റോജർ മില്ല. ഏത് മത്സരത്തിലാണ് റോജർ മില്ല കാമറൂണിനായി ഗോളടിച്ച് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത്? റഷ്യക്കെതിരായ മത്സരത്തിൽ. 3 തവണ ലോകകപ്പ് കിരീട നേട്ടത്തിൽ പങ്കാളിയാകാൻ അവസരം കിട്ടിയ ഒരേ ഒരു കളിക്കാരൻ ആരാണ്? പെലെ. ബ്രസീൽ താരമായ പെലെ 1958, 1962, 1970 വർഷങ്ങളിൽ ലോകകപ്പ് ടീമിലുണ്ടായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലും ക്രിക്കറ്റ് വേൾഡ് കപ്പ് മത്സരത്തിലും പങ്കെടുത്ത ഒരേ ഒരു കളിക്കാരൻ വിവിയൻ റിച്ചാർഡ്സ്. വെസ്റ്റ് ഇൻഡീസ് താരമായ വിവിയൻ റിച്ചാർഡ്സ്. ഏറ്റവും കൂടുതൽ ലോകകപ്പ് ക്വിസ് വീഡിയോകൾ ഉണ്ണീസ് വിജയപാത. 3 രാജ്യങ്ങൾ ആതിഥേയരായ ലോകകപ്പ് ടൂർണമെന്റ് ഏത്? 2026 ലോകകപ്പ്. 2022 എവിടെ വെച്ചാണ് ലോകകപ്പ് മത്സരങ്ങൾ നടന്നത്? 2022 ഖത്തറിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. 2022 ഖത്തർ ലോകകപ്പിൽ ഉപയോഗിച്ച പന്തിന്റെ പേര് എന്തായിരുന്നു? അൽ റിഹ്ല എന്നാണ് പന്തിന്റെ പേര്. 1930 ആദ്യ ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഏത്? ആദ്യ ലോകകപ്പിൽ ഉറുഗ്വേ ആണ് കിരീടം നേടിയത്. ഉറുഗ്വേ.
ആരെ തോൽപ്പിച്ചാണ് ഉറുഗ്വേ 1930 ആദ്യ ലോകകപ്പ് നേടിയത്? അർജന്റീനയെയാണ് ഉറുഗ്വേ അന്ന് പരാജയപ്പെടുത്തിയത്. 1930 ആദ്യ ലോകകപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങൾ എത്രയാണ്? എത്ര രാജ്യങ്ങളുടെ ടീമുകൾ പങ്കെടുത്തു? 13 രാജ്യങ്ങളുടെ ടീമുകളാണ് പങ്കെടുത്തത്. 2022 ഖത്തർ ലോകകപ്പിൽ എത്ര രാജ്യങ്ങളുടെ ടീം പങ്കെടുത്തിരുന്നു? ഖത്തർ ലോകകപ്പിൽ 32 രാജ്യങ്ങളുടെ ടീമുകളാണ് പങ്കെടുത്തിരുന്നത്. 2026 നോർത്ത് അമേരിക്ക ലോകകപ്പിൽ പങ്കെടുക്കുന്നത് എത്ര രാജ്യങ്ങളുടെ ടീമുകളാണ്? 48 രാജ്യങ്ങളുടെ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 2026 ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ടീമിൽ ഉൾപ്പെട്ട മലയാളി ഫുട്ബോളർ ആര്? ഉത്തരം തഹ്സീൻ മുഹമ്മദ്. 2022 ഡിസംബർ 1 നടന്ന ജർമ്മനി കോസ്റ്ററിക്ക മത്സരം നിയന്ത്രിച്ചതിലെ പ്രത്യേകത. ആദ്യമായി വനിതാ റഫറിമാർ പുരുഷ ഫുട്ബോൾ ടീം മത്സരം നിയന്ത്രിച്ചു. പുരുഷ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി ആരാണ്? സ്റ്റെഫാനി ഫ്രാപ്പാർട്ട്. ഫ്രാൻസുകാരിയായ സ്റ്റെഫാനി ഫ്രാപ്പാർട്ട്. ലോകകപ്പ് മത്സരങ്ങളുടെ സെമി ഫൈനലിൽ എത്തിയ ആദ്യത്തെ ആഫ്രിക്കൻ ടീം ഏത്? മൊറോക്കോ ആണ് ആദ്യമായി സെമി ഫൈനലിൽ എത്തിയ ആഫ്രിക്കൻ രാജ്യം 2022 ഖത്തർ ലോകകപ്പിൽ. 2030 ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയരാകുന്നത് ആരൊക്കെ? മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ 3 രാജ്യങ്ങൾ ചേർന്നാണ് ആതിഥേയരാകുന്നത്. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ പേരെന്ത്? ഉത്തരം കമന്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.